സൗന്ദര്യം കണ്ടാണോ ചെയ്യണത്? പക്ഷെ എനിക്ക് നേരത്തെ ഒരുപാട് ആലോചനകൾ ഇങ്ങനെ വന്ന് ഒന്നും ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ പുള്ളിയെ കണ്ടപ്പോഴേ ഏത് പെണ്ണിനും ഇഷ്ടപ്പെടുന്ന ഒരു രൂപമായിരുന്നു. സൗന്ദര്യമായിരുന്നു. അച്ഛന്റെ നാളോട്ട് കാര്യം. അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. അമ്മയ്ക്ക് പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം? വിദേശത്ത് എവിടെയെങ്കിലും? കൊച്ചി. തുടക്കകാലങ്ങളിൽ ഇപ്പം പല ആൾക്കാരും പുച്ഛിക്കും, അല്ലെങ്കിൽ പറയും നിങ്ങൾ എന്തിനീ വീഡിയോ ഒക്കെ ചെയ്യുന്ന വേറെ പണിയില്ലേ, അങ്ങനെ പറഞ്ഞിരുന്ന കുറെ ആൾക്കാരുണ്ടാവും. നേരത്തെ കാണുമ്പോഴൊക്കെ ഒരുമാതിരി ഇങ്ങനെ പുച്ഛിച്ചുകൊണ്ടിരുന്ന ആൾക്കാര് ഇപ്പൊ പറയും അവരിങ്ങനെ കൊള്ളാം. ഞങ്ങള് കാണാം. ഇവിടെ ജോലി കിട്ടുന്നതിന് മുന്നേ ഞങ്ങളൊരു ക്ലബ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ക്ലബില് ഞങ്ങള് വടംവലി അറിയാം. ചെക്കന്മാർ ആർക്കെങ്കിലും എവനെങ്കിലും ഒന്ന് പറ്റുമ്പോഴേ ഇവനൊക്കെ വെച്ച് നടത്തത്തുള്ളൂ. അങ്ങനെ ഇങ്ങനെ അച്ഛനൊക്കെ അവിടെ ചായ കുടിക്കാൻ കേട്ടോണ്ടിരിക്കുന്നേ. വീട്ടിൽ വരുമ്പോ എപ്പോഴും വഴക്ക് പറയുമായിരുന്നു. ഞങ്ങൾ ആ ക്ലബ് ഉണ്ടാക്കിയെങ്കിലും അതിലുണ്ടായിരുന്ന എല്ലാവരും പട്ടണത്തിൽ കയറി. എന്നെ ഇവിടെ എന്റെ ഫ്രണ്ട്സ് ഫുള്ള് പട്ടണത്തിൽ. ഇപ്പം അച്ഛന് കുഞ്ഞിലെ ആഗ്രഹം ഉണ്ടായിരുന്നോ അച്ഛന് പട്ടാളത്തിൽ? ഇല്ല, അതിനുള്ള ഇതൊന്നുമില്ല. ഞങ്ങളൊക്കെ അങ്ങനെയാണ് വളർന്നത്. ആ ഒരു അതിൻ്റെ ഇതായിട്ടുള്ള ഒരു ഇതുമില്ല. അങ്ങനെ ഒന്നും പഠിക്കാനും പറ്റില്ല, അങ്ങനെയുള്ള ഒരു ചിന്തയില്ല. ഞങ്ങളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിക്കണമെന്ന് അച്ഛനൊരു ഇതുണ്ടായിരുന്നു. ആ ഒരു എയിം ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ പഠിപ്പിച്ച് നല്ലൊരു ജോലി മേടിച്ച് തരണം എന്നുള്ളൊരു ഇത്. ചേട്ടാ ആർമി കയറി പിന്നെ എനിക്കും ഭയങ്കര മോട്ടിവേഷന്. മുന്നിലത്തെ ഒരാൾ ജോലി കയറിയ ശേഷം നമുക്കും കയറണം ജോലി കയറണം അങ്ങനെ. അപ്പം ഞാൻ ഹൈറ്റ് ഇല്ലായിരുന്നു, ഇതിനൊക്കെ കുറവായിരുന്നു, ഹൈറ്റ് ഇല്ല. അപ്പം ഞാൻ ഓരോ ടെസ്റ്റിന് പോകുമ്പോൾ ആർമി ടെസ്റ്റിന് പോകുമ്പോൾ ആദ്യം മെയിനായിട്ട് അത് ഹൈറ്റാണ് നോക്കുന്നത്. അപ്പം എല്ലാത്തിനും ഔട്ടായി പോകുന്നു. അതിനുശേഷമാണ് ഒരു ടെസ്റ്റ്, എനിക്ക് ലാസ്റ്റ് ടെസ്റ്റ് എൻ്റെ 24ാമത്തെ വയസ്സിൽ. അപ്പോൾ എനിക്ക് ഹൈറ്റ് കിട്ടി ആദ്യത്തെ എല്ലാ ടെസ്റ്റും എല്ലാം കിട്ടി. പിന്നെ എക്സാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ടൈമിലാണ് കൊറോണ വരുന്നത്. അതെല്ലാം പാസ്സാക്കി എല്ലാം കിട്ടുമായിരുന്നു. അത് കൊറോണ വന്നപ്പോ പിന്നെ മാറ്റി നമ്മളെ അഗ്നിവീർ എന്ന് പറയുന്ന പുതിയൊരു നിയമം മോദി കൊണ്ടുവന്നപ്പോ ആ സമയത്ത് ആ ടെസ്റ്റ് ക്യാൻസൽ ചെയ്തു. എക്സാമിന് പോയായിരുന്നു. എക്സാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് പോയിട്ട് അത് ഞാൻ കണ്ടായിരുന്നു. വേറെ ഒരു ഇൻഫ്ലുവൻസർ ഒക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെയോ സംസാരമൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതിനുണ്ടായിരുന്നു അല്ലേ? അല്ല, ആ ഒരു എക്സാം നടന്നിരുന്നെങ്കിൽ അവൻ ഉറപ്പാനും കിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എക്സാം മാറ്റി വെക്കുമായിരുന്നു, ഒരു 3-4 മാസം അവിടെ മാറ്റി. അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്യാനുള്ള നല്ല ടൈം ഉണ്ടായിരുന്നു അവന്. അപ്പൊ ആ ഒരു എക്സാമിന് അത് കിട്ടുമായിരുന്നു. ഞാനല്ല, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു, അശ്വിൻ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വീട്ടിലല്ല നിന്ന്, വേറെടുത്ത് പോയി പഠിച്ചുകൊണ്ടാണ് നിന്ന്. അപ്പോൾ ഒരു 3-4 മാസം അവിടെ നിന്ന് ക്ലാസ്സിൽ നിന്ന് പഠിച്ച് എന്നിട്ട് വീണ്ടും എക്സാം വീണ്ടും മാറ്റി വെച്ച് വീണ്ടും 3 മാസം കൂടി പോയി. വീണ്ടും എക്സാം മാറ്റി 2 പ്രാവശ്യം എക്സാം മാറ്റി വെച്ചു. 3ാമത്തെ പിന്നെ പറയുമെന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്തു. എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ആർമിയിൽ. പക്ഷെ ഞാൻ അതിനകത്ത് കയറി അതിനകത്തുള്ള കഷ്ടപ്പാടും അങ്ങനെ. പിന്നെ വീട്ടിൽ ഒരാൾ വേണ്ടേ, അമ്മയച്ഛനും എല്ലാവരും ഉള്ളപ്പോൾ ഒരാളൂടെ വീട്ടിൽ വേണം. അങ്ങനെ വലിയ താല്പര്യം എനിക്കില്ലായിരുന്നു. എന്നാലും ഞാൻ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്യും, ജോലിയല്ലേ. പിന്നെ ആർമിയിൽ ട്രൈ ചെയ്യാൻ പറ്റില്ല, ഏജ് കഴിഞ്ഞു. അല്ല, മോന്റെ വയസ്സ് എത്രയാ? കെട്ടിക്കാറായി. എത്ര വയസ്സായി? അതാ ഞാൻ പറഞ്ഞത്, ഭാവിയിൽ 25 വയസ്സാണ്. പക്ഷെ കണ്ടാ പറയട്ടോ, ഒരു 21-22 അത്രയും പൊക്കണ്ട. ഇപ്പൊ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വീടിന്റെ സന്തോഷം തിരിച്ചു കൊണ്ടുവന്ന് തന്ന ഒരാളാണ് ഇങ്ങനെ ഓരോരുത്തരും വാദവരാതെ പറയുന്നത്. എന്താ ഫീൽ ചെയ്യുന്നേ? ഇവര് പറഞ്ഞതിനൊക്കെ ഒരു തിരിച്ചൊരു റിപ്ലൈ കൊടുക്കാനാണെങ്കിൽ എന്തായിരിക്കും കൊടുക്കുക? റിപ്ലൈ എന്ന് പറയുമ്പോൾ എനിക്കിനെ സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. എനിക്ക് തരുന്ന സ്നേഹം അത് ഞാൻ തിരിച്ചു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. എന്നാലും ഇപ്പം പറയും, ഇപ്പം അച്ഛൻ അമ്മ ഇവരെയൊക്കെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് ആ ഒരു ഫീലിൽ എന്തായിരിക്കും പറയും? ഇപ്പം അമ്മായിയമ്മ അല്ല സ്വന്തം അമ്മ എന്ന് പറയുമ്പോഴും അതായത് ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ എങ്ങനെ നോക്കിയോ, എങ്ങനെ സ്നേഹം തന്നോ അതുപോലെ തന്നെയാണ് അച്ഛനും അമ്മയും ഇവിടുത്തെ. അപ്പം അത് എനിക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലുണ്ട്. അതാണ് കറക്റ്റ്. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് തന്നെയാണ് വന്നേക്കുന്നത്, ആഗ്രഹിച്ച ആൾ തന്നെയാണ് കിട്ടിയേക്കുന്നത് അല്ലേ?
നിങ്ങൾ തമ്മിൽ ഇങ്ങനെ എന്താ വഴക്കടിക്കാറൊക്കെ ഉണ്ട് ഇപ്പൊ? അത് ഞാൻ വീഡിയോസിന്റെ കാര്യത്തിൽ ചിലപ്പോ അവൻ കുറച്ച് ഡിലേ ആവും വീഡിയോസ് ഇടാൻ. അപ്പോഴത്തേനും ഞാൻ പറയും. അങ്ങനെ വീഡിയോസിന്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ വഴക്ക് പറയും. ചിലപ്പോ പറയും അതിന് നാളെ ഇടാൻ വെച്ചാൽ നാളെ വീഡിയോ എടുക്കാം, ഇന്നിനി മഴയല്ലേ അല്ലെങ്കിൽ വെയിലല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മടിയായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ തർക്കിക്കും. ഞാനൊരു ബ്ലോഗ് എടുത്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ 1 മാസമൊക്കെ എടുക്കും. അത് ശരി, ഭയങ്കര റൂമിൽ കയറി കഴിഞ്ഞാൽ മേളത്തെ ഇതിലാണ് അവൻ്റെ റൂം. ഇവിടുന്ന് റൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് കയറി കഴിഞ്ഞാൽ അവനെ ചോറ് കഴിക്കാനായിട്ട് രാത്രി 11 മണിയൊക്കെ നമ്മൾ താഴെ ഇറങ്ങി. ഇപ്പൊ യൂട്യൂബിന്റെ മീറ്റപ്പ്, ഇൻസ്റ്റയില് മീറ്റപ്പ് ഒക്കെ ഉണ്ട്. ഞാൻ ഒന്നിനും പോകത്തില്ല, എല്ലാം കൊച്ചിയിലെ ഞാൻ പറയും ഫോം ഒക്കെ ഫില്ല് ചെയ്ത് മെയിലിൽ അയക്കും. ഞാൻ ഒന്നും ചെയ്യത്തില്ല, എല്ലാം കറക്റ്റായിട്ട് ചേച്ചി എല്ലാ കാര്യങ്ങളും ചെയ്ത് ക്ലിയർ ആയിട്ട് അയച്ചുകൊണ്ടേയിരിക്കും. എടാ കിച്ചു, നീ ഇന്ന ദിവസം പോകണം, ഇന്നതാണ് മീറ്റപ്പ് എന്ന് പറയും. എൻ്റെ ഫ്രണ്ട് അശ്വ എന്നൊരു കൂട്ടുകാരുണ്ട് എൻ്റെ. അപ്പോൾ അവൻ കൊച്ചിയിലായി നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവനൊക്കെ ഉണ്ടല്ലോ, നീ പൊക്കോ, നീ പോകുന്നു. എനിക്ക് ഈ വീട് വിട്ട് ഇവരെ വിട്ട് പോകാൻ ഇഷ്ടമില്ല. ഞാൻ ഈ ചില സമയത്തൊക്കെ ഇങ്ങനെ ആലോചിക്കും, ഇനി ഈ സത്യം പറയും ഇവന് പട്ടാളത്തിൽ തന്നെ കിട്ടണമായിരുന്നു. അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ എന്താണെന്ന്. എപ്പോഴും റൂമിനകത്ത് തന്നെ. ഇല്ല റൂമിനടുത്തൊന്നുമില്ല, ചുമ്മാ പറയുന്നത്. എല്ലാരും കാണും. ഇപ്പം ഞാൻ ചോദിക്കണെന്ന് വെച്ചാൽ ഇപ്പം കൂടുതലും അച്ഛനെ പോലെയല്ല ഇവരെ കാണാൻ. രണ്ടുപേരും അച്ഛനെ പോലെ. പക്ഷെ അച്ഛന്റെ ഈ ഒരു ബ്യൂട്ടി അല്ലെ, എന്ത് സീക്രട്ട് അച്ഛൻ ജിമ്മി പോവാറുണ്ടോ? ജിമ്മി പോവാറുണ്ടോ? ഇല്ല, നമ്മൾ തടി നോക്കാനാണ്. ഓക്കെ. അതാണ് അച്ഛൻ ഭയങ്കര ഹാൻസം ആട്ടോ. ശരിക്കും നിങ്ങളെക്കാൾ ഹാൻസം അച്ഛനാണ്. അമ്മ എപ്പോഴും പറയും, അമ്മ എപ്പോഴും പറയും നിങ്ങളുടെയൊക്കെ ഏജിൽ എന്റെ ചേട്ടൻ ഭയങ്കര സുന്ദര കുട്ടപ്പനായിരുന്നു. അതൊരു ട്രെൻഡായിരുന്നു. അത് സത്യമാണ് കേട്ടോ. ഇവരുടെ പ്രായത്തിലൊക്കെ ചേട്ടൻ നല്ല എന്തോ ഞാൻ പറയാ, ഇപ്പോഴത്തെ പയ്യന്മാരൊന്നും അതുപോലെ അല്ല. കണ്ടാണോ ചെയ്യണത്? സൗന്ദര്യം അല്ല, എൻ്റെ പിന്നെ ചേച്ചി അയച്ചിരിക്കുന്ന ഇവിടെ വീടിൻ്റെ അടുത്ത്. അന്നേരം പിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട്, അല്ല കണ്ട് എനിക്ക് ഇഷ്ടം തോന്നി. പിന്നെ എൻ്റെ അളിയൻ ചെന്ന് ചോദിച്ചു. അങ്ങനെ ഹിന്ദുക്കളായിരുന്നു, ഞങ്ങൾ പള്ളിക്കാരാണ്. അന്നേരം അപ്പോഴ് പിന്നെ അവൾക്ക് താല്പര്യം വന്നു. ഇവൾ പള്ളിയിൽ ചേർന്ന് അങ്ങനെ പള്ളിയിൽ വെച്ചൊക്കെ കെട്ട് നടത്തിക്കൊണ്ടു. അല്ല, എനിക്ക് അങ്ങനെ അസത്യമാണ്. ചേട്ടൻ നേരത്തെ കണ്ട് ചേട്ടൻ ഇഷ്ടപ്പെട്ട് എൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചതാണ്. പക്ഷെ ഞാന് ചോദിച്ച് ചേട്ടൻ എന്നെ കാണാൻ വന്നതിന് ശേഷമാണ് ഞാൻ കണ്ടത്. പക്ഷെ എനിക്ക് നേരത്തെ ഒരുപാട് ആലോചനകൾ ഇങ്ങനെ വന്ന് ഒന്നും ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ പുള്ളിയെ കണ്ടപ്പോഴേ ഭയങ്കര പുള്ളി അപ്പോഴും നല്ല നല്ല ഹൈറ്റും നല്ല ആള് കാണാനും. ഇപ്പം ഈ പണിക്കൊക്കെ വെയിലത്തൊക്കെ പോയി ഇങ്ങനെ കറുത്തിരിക്കും, നല്ല കളറും, നല്ല എന്താ പറയാ, സുന്ദരൻ എന്നല്ല, ഏത് പെണ്ണിനും ഇഷ്ടപ്പെടുന്ന ഒരു രൂപമായിരുന്നു. സൗന്ദര്യായിരുന്നു. അച്ഛന്റെ നാളോട്ട് കാലം അപ്പൊ അമ്മ വിചാരിച്ചു ഇനിയിപ്പൊ വേറെ സുന്ദരിമാര് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞേക്കാണ്. അമ്മയ്ക്ക് അപ്പൊ 18 വയസ്സേ ഉണ്ടായിരുന്നു. അവന് അമ്മക്ക് അച്ഛൻ്റെ കൂടെ ഇങ്ങ് വന്നു. ഓക്കെ, കല്യാണം കഴിച്ചോണ്ട് അപ്പൊ പിന്നെ ചേട്ടൻ വന്നെന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങ് ഞാൻ തന്നെ തനിയെ വീട്ടിൽ പറയാതെ പള്ളിയിൽ പോകാൻ തുടങ്ങി. എനിക്ക് നടന്നില്ലെങ്കിലോ പിന്നെ ഞാൻ തന്നെ പോയി അച്ഛനോട് പറഞ്ഞ് വീട്ടുകാരെ അറിയിക്കാതെ മാമോദിസയൊക്കെ എടുത്ത് അല്ലെങ്കിൽ എന്റെ വീട്ടിലറിഞ്ഞ് ഭയങ്കര പ്രശ്നമാവും. അപ്പം അവര് ഭയങ്കര ഹിന്ദുക്കളാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അച്ഛൻ്റെ കൂടി പറഞ്ഞ്, പള്ളിയിൽ അച്ഛൻ്റെ കൂടി, അച്ഛൻ എന്റെ വീട്ടിലൊന്നും അവതരിപ്പിക്കാൻ ഇങ്ങനെയാണ് വിഷയമൊന്ന്. അച്ഛൻ പറഞ്ഞ ഒരു കാരണവശാലും ഇങ്ങനെ ഒന്നും തരാൻ പറ്റൂല, റോമൻ കത്തോലിക്ക പള്ളിയിൽ അങ്ങനെ ഒരിക്കലും തരാൻ പറ്റൂല, വീട്ടുകാർ വേണം മോളെ, വീട്ടിലെ രക്ഷകർത്താക്കൾ വേണം. ഇല്ല അച്ഛാ അത് പറ്റൂല, എന്തായാലും ഞാൻ പ്രായപൂർത്തിയായില്ലേ, എനിക്ക് എന്റെ ഇഷ്ടത്തിന് തരണം അച്ഛന്ന്. അപ്പൊ ആ അച്ഛനാണ് അന്നിരുന്ന അച്ഛൻ ഒരു നല്ലൊരു അച്ഛനായിരുന്നു. അവിടെ ഞങ്ങളെ ഭാഗ്യം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ വീട്ടിന്റെ അവിടെയുള്ള കുറെ പിന്നെ ചേച്ചിമാരും അങ്ങനെ എല്ലാവരും കൂടെ എനിക്ക് സപ്പോർട്ടായിരുന്നു. അപ്പൊ പറഞ്ഞു അച്ഛാ കൊടുക്കണോ അച്ഛാ, അവള് നല്ല കുട്ടിയാണ് അച്ഛാ, കൊടുക്കണോ അച്ഛാ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്ത് ചെയ്ത് എനിക്ക് പിന്നെ പള്ളിയിലെ മാമോദിസയും ആദ്യ കുർബാനയും എല്ലാം, എന്റെ ആദ്യ കുർബാന പോലും എന്റെ വീട്ടിൽ അറിഞ്ഞില്ല.
അതൊരു ഭയങ്കര സംഭവമാണ്. എൻ്റെ ആദ്യ കുർബാന എല്ലാം കഴിഞ്ഞപ്പോഴും ഞാൻ ബൈബിളൊക്കെ കൊണ്ടുവച്ചിങ്ങനെ വായിക്കും. വീട്ടില് അച്ഛൻ എനിക്കൊരു ചെറിയൊരു ബൈബിള് തന്നു. ഇതൊരു സിനിമയുടെ കഥയായി. അച്ഛൻ എനിക്ക് ഒരു ചെറിയൊരു ബൈബിളൊക്കെ തന്നു. അപ്പൊ അന്ന് ഞാൻ അന്ന് ഈ മംഗളവും മനോരമയൊക്കെ വായിക്കുമായിരുന്നു. അതിനകത്ത് വെച്ചിട്ടാണ് ബൈബിൾ വായിക്കുന്നത്. പിന്നെന്താ ചേട്ടനൊരു കുറ്റമില്ല, ചേട്ടനൊരു കുറ്റമില്ല. അതിന് അപ്പൊ ഈ മനോരമയ്ക്കകത്ത് വെച്ചിട്ട് അപ്പൊ അമ്മയ്ക്കറിയാം ഞാൻ മനോരമ വായിക്കുമെന്നറിയാം. ഞാൻ എന്തോ ഈ മനോരമയ്ക്കകത്ത് അന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ കറണ്ട് ഒന്നുമില്ല, വീട് പോലും ഒരു കുഞ്ഞു വീടാണ്. അപ്പം പിന്നെ മണ്ണെണ്ണ വിളക്കെത്തിച്ചു. അപ്പൊ അമ്മ പറയുന്നു, ഇടീ വിളക്കടച്ച് വയ്ക്കും, മണ്ണെണ്ണ തീർന്നു പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ഒരു 5 മിനിറ്റ് കൂടി. അമ്മയ്ക്കറിയാം ഞാൻ മനോരമ വായിക്കുകയാണെന്ന്, രാത്രി ഇങ്ങനെ ഇരുന്ന് വായിക്കണം. അപ്പൊ ഞാൻ എന്തോ നീ മനോരമയ്ക്കകത്ത് ബൈബിൾ വെച്ചിട്ടാണ് അച്ഛൻ പറയുന്നത് സങ്കീർത്തനങ്ങളൊക്കെ രാത്രി കിടക്കുന്നതിന് മുന്നേ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കണമെന്ന്. അങ്ങനെ സങ്കീർത്തനങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പൊ എന്ത് ചെയ്ത് എൻ്റെ കഷ്ടകാലത്തിന് ഒരു ദിവസം അച്ഛൻ കണ്ടുപിടിച്ചത്. അച്ഛൻ ഈ റൂമിൽ വന്നിട്ട്, അപ്പൊ ഞാൻ കിടക്കുന്ന റൂമിൽ ഈ ഡോറില്ല. അപ്പൊ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ഇതിനകത്ത് കനമുള്ളൊരു സാധനമാണ് ഇരിക്കുന്നത്. ഈ മനോരമയ്ക്ക് സാധാരണ മനോരമ എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ചെറിയ, അപ്പൊ ഇതിനകത്ത് കനമുള്ള സാധനം. അപ്പൊ ഏതച്ഛന്മാര് ശ്രദ്ധിക്കും രക്ഷാർത്ഥ, കാരണം എവളിനി മനോരമയാണോ വായിക്കുന്നത്, അതിന് ലവ് ലെറ്റർ ആണോ പ്രായം അതല്ലേ. അപ്പൊ അച്ഛൻ വന്ന് ഇങ്ങനെ നോക്കിയപ്പോ അച്ഛൻ അതിനെ അങ്ങ് എടുത്തിട്ട് ഇങ്ങനെ. അപ്പൊ അതിന് മുന്നേ ഒരു 2 ദിവസത്തേക്ക് മുന്നേ ഞാൻ അമ്മയോട് പറഞ്ഞു. അപ്പൊ എനിക്ക് തയ്യലായിരുന്നേ, ഒരു കടയൊക്കെ ഇട്ട് ഞാൻ തുണിയൊക്കെ തയ്ക്കുന്നതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഞായറാഴ്ച ദിവസം അങ്ങ് തയ്ക്കാൻ പോകാൻ തുടങ്ങി. ഞാൻ പറയുന്നത് തയ്യക്കടയിൽ പോകണമെന്നാണ് അമ്മയോട് പറഞ്ഞിട്ട് പോകുന്നത്, പക്ഷെ പോകുന്നത് പള്ളിയിലാണ്. അപ്പൊ അമ്മ പറഞ്ഞു, നീ പിന്നെ എന്നത്തേനേക്കാളും നല്ല ഡ്രസ്സല്ലേ ഇട്ടോണ്ട് പോണേ, എന്തായാലും പെണ്ണ് കാണാൻ ആരും അവിടെ വരൂല, നീ അപ്പൊ ഞാൻ പറഞ്ഞില്ല അമ്മ ഇന്ന് ഇത് ഇട്ടോണ്ടോ. അപ്പൊ നമ്മൾ പള്ളിയിലല്ലേ പോകുന്നത്, അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകും. പക്ഷെ അച്ഛൻ പൊക്കി. അതിന് 2 ദിവസത്തേക്ക് മുന്നേ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെയാണെന്ന്. അപ്പൊ അമ്മ പറഞ്ഞു, അത് അവക്ക് ഇഷ്ടമുള്ളിടത്ത് അവള് പോട്ടെന്ന് പറഞ്ഞു, കുഴപ്പമില്ല, അവക്ക് ഇഷ്ടമുള്ളിടത്ത് പോട്ട്. പക്ഷെ പിന്നെ അമ്മ പറഞ്ഞങ്ങ് സമാധാനപ്പെടുത്തി. എന്തോ എന്റെ ചേട്ടൻ വരുന്നതിന് മുന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചേട്ടൻ വന്നു. അങ്ങനെയല്ല ചേട്ടൻ, ഞാൻ പള്ളിയിൽ പോയി കറക്റ്റ് 1 മാസം തികഞ്ഞതിന്റെ അന്നാണ് ഈ ചേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വരുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്തോ അവിടെ ഒരു പള്ളിയിൽ പോയി തുടങ്ങിയതിന് ശേഷം 1 മാസം ആയതിന്റെ അന്ന് ഞാൻ പള്ളിയിൽ പോയി 1 മാസം തികഞ്ഞു. അറിഞ്ഞു, എന്റെ ചേച്ചിയൊക്കെ പറഞ്ഞറിഞ്ഞു. ഞാൻ അറിഞ്ഞില്ല. എന്റെ വീട്ടില് അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞു. എന്റെ വീട്ടിലൊരു കാരണം എന്ന് പറഞ്ഞാൽ, പിന്നെ പെണ്ണിനെ എന്നെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കൂടി പറയൂല. അന്നത്തെ കാലമല്ലേ, അങ്ങനെ പറയുന്നില്ല. അവര് തമ്മിൽ ഡിസ്കസ് ചെയ്യും, അച്ഛനും അമ്മയും കൂടെ ഡിസ്കസ് ചെയ്യും. യൂട്യൂബിനെ പറ്റിയല്ലേ ചോദിച്ചു, ഇത് പെണ്ണെ പറ്റിയാണോ? പക്ഷെ എന്തായാലും കൊള്ളാം. ഞാന് വേറെ യൂട്യൂബ് ഇവരുടെ വിശേഷങ്ങളാണ് ഞാൻ പ്രതീക്ഷിച്ചു വന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റോറി കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷിച്ചു. അഞ്ചമ്മ ഓക്കെ. അപ്പം കൊള്ളായിരുന്നു. എന്താ അച്ഛൻ എന്താ പറയാനുള്ളത്? ലൈഫ് എങ്ങനെയുണ്ട് പറ. കുഴപ്പമില്ല, നല്ല ഭാര്യയല്ലേ? അല്ല അടുത്ത് കുറച്ച് കഴിഞ്ഞ് എന്നെയാണ് കാണേണ്ടത്, അതുകൊണ്ട് അങ്ങനെ പറയും. ഞങ്ങളിപ്പോ പോയല്ലോ. ഓക്കെ. ഇപ്പോ എന്തായാലും 5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നതും വളരെ വലിയൊരു കാര്യമാണ്. അപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇപ്പം നിങ്ങളിങ്ങനെ കാത്തിരുന്നിട്ടുണ്ടാവല്ലോ, 1, 10, 100, 1000. അവിടെ നിന്ന് ഇപ്പൊ ഒരു 5 മില്യൺ അടിച്ചപ്പോ ആ ഒരു എങ്ങനെയാണ്, ആ ഒരു മൈൻഡ് എങ്ങനെയായിരുന്നു? ഇപ്പം 100 പേരാവാൻ കാത്തിരുന്ന സ്ഥാനത്ത് ഇപ്പൊ 5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി, ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സത്യം 2 മില്യൺ വരെ അറിയത്തില്ലായിരുന്നില്ല. 2 മില്യൺ ഒക്കെ 1.5 മാസം കൊണ്ട് 2 മില്യൺ പെട്ടെന്ന് നമ്മള് സീരീസ് ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്. അപ്പം ട്വിസ്റ്റിൽ കൊണ്ടുവച്ച് നിർത്തുന്നോണ്ട് തന്നെ ആൾക്കാർക്ക് കാണാൻ വേണ്ടിട്ട് അടുത്ത സീരിയലിന്റെ ഒരു ഇതായിരുന്നു ശ്രീധനം എന്ന് പറയുന്ന ഒരു ഇത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു അമ്മായിയമ്മ പോര്, ഞാൻ ചോദിച്ചത്
അമ്പി മഞ്ഞൾ എല്ലായിട്ടും മാറുന്നുണ്ട്. അമ്മ പെട്ടെന്ന് ആ ഒരു ഇറങ്ങുമ്പോ ടെസ്റ്റ് ആ കൊണ്ട് വലിയ നടത്തുമ്പോ പിന്നെ ആൾക്കാർ കമന്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഫോൺ വിളി, ഇവന് മെസ്സേജ് ഒരു രക്ഷയില്ലായിരുന്നു. അടുത്ത് ഇനി എങ്ങനെയാണ് ഏട്ടാ നാളെ ഇടുമല്ലോ ഉറപ്പാണല്ലോ അങ്ങനെ പറഞ്ഞു ഭയങ്കര ഇതായിരുന്നു. ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു, യൂട്യൂബിൽ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരെങ്കിലും ഒരാൾ എന്നെ ഇതുപോലെ ആരെങ്കിലും ഒരാൾ വിളിച്ചാൽ മതിയെന്ന് വിളിച്ചു തുടങ്ങിയപ്പോ കൊച്ചു പിള്ളേരുണ്ട്. കൊച്ചു പിള്ളേർ ചേട്ടാ ഇന്ന് ഇടുമല്ലോ എന്റെ വീഡിയോ കൊള്ളാം അങ്ങനെയാണ്. പിന്നെ വെക്കത്തില്ല, ഫോൺ വെക്കത്തില്ല, വീട്ടുകാരുടെ എല്ലാവരും സംസാരിക്കുന്നത്. അപ്പൊ ആദ്യമൊക്കെ ഒരാളൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ രണ്ടായി, പിന്നെ ഈ ഫോൺ ഹാങ് ആവാൻ തുടങ്ങി. വാട്സപ്പിൽ വീഡിയോ കോള് കൊച്ചു പിള്ളേരായിരിക്കും വിളിക്കുന്നത്. ലക്കിയെ കാണാൻ വേണ്ടി ലക്കി കാണാൻ വേണ്ടിയായിരിക്കും കൊച്ചു പിള്ളേരായിരിക്കും വിളിക്കുന്നത്. പിന്നെ ഞാൻ നമ്പർ മാറ്റി. നമ്പർ മാറ്റി. ഇവിടെ വന്നിട്ട് ഈ റോഡെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിളിൽ അങ്ങോട്ട് പയ്യന്മാരെല്ലാം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി ഇനി വരാൻ ഒരു മടിയായി. ശരിയാ. എന്നിട്ട് അവിടെ റോഡിൽ നിന്ന് ലക്കി ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കും. അങ്ങനെ പിന്നെ വീട്ടിൽ വിളിച്ച് പിന്നെ ഇപ്പൊ പിള്ളേരെല്ലാം പിള്ളേരൊക്കെ ഭയങ്കര ഇതാണ്. പക്ഷെ ഞങ്ങളുടെ അടുത്ത് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവരിനി എങ്ങനെ പെരുമാറും ഞങ്ങളുടെ അടുത്ത് ആ ഒരു ഇത് അവര് പറയുകയും ചെയ്യും, നിങ്ങക്ക് ചിലപ്പോ ജാട ഉണ്ടെങ്കിൽ അതുകൊണ്ടിട്ടാണ് നമ്മൾ ആദ്യമേ വരാത്തതെന്ന് പറയും. അത് ശരിയാ. പുറത്തിറങ്ങുമ്പോ അതിന്റെ കാര്യം ഞങ്ങൾക്ക് ഇല്ല. കണ്ടും സഹിച്ചു എല്ലാം ആ ഒരു ഇതിലാ കഴിഞ്ഞാലാണ് ഞങ്ങൾ ഈ ഒരു ഇതിൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പുറകിലുള്ള വഴി അത് മറക്കാൻ പാടില്ല. നമ്മളിപ്പോ ഈ പുതിയ പടങ്ങൾ ഏകദേശം നല്ല പടങ്ങളെല്ലാം കാണാൻ പോകും. പുതിയത് റിലീസ് ആകുമ്പോൾ തന്നെ കാണാൻ പോകും. ആ കാണാൻ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ആൾക്കാർ അവിടെ നിൽക്കുന്നവരെല്ലാം വന്നപ്പോൾ ചോദിക്കാൻ തുടങ്ങി. പിന്നെ വളയും സെൽഫി എടുക്കാനും അതിന് ഇതിനൊക്കെ ആയിട്ടൊക്കെ ഇവരെ വിളിക്കും. ഇവർ രണ്ടുപേരെയും കൂടുതലായിട്ടൊക്കെ വിളിക്കും. ഓക്കെ. എന്താ ഗെയിം എന്ന് വെച്ചാല് ഇപ്പം അമ്മയുടെ കുറച്ച് ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ ചോദിക്കും. അത് അമ്മ എഴുതണം, നിങ്ങൾ എഴുതണം. കറക്റ്റ് ഉത്തരം എഴുതിയാൽ അവർക്ക് പോയിന്റ്. അത്രേ ഉള്ളൂ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അതറിയില്ല. എഴുതിയാ എഴുതിയോ? ഇവരെഴുതി. ഇത് ഫസ്റ്റ് ബെഞ്ചേഴ്സ്, ഇത് ലാസ്റ്റ്, ഇത് വേണമെങ്കിൽ മിഡിലാക്കാൻ എഴുതിയോ? അമ്മ വർഷമല്ലേ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ്, മാസം, വർഷം. അത്രയും വേണോ? വർഷമാണ് എഴുതിയത്. ഞാൻ ഡേറ്റ് ആണ് മാസം. ഞാൻ മാസം ഡേറ്റ്. എന്തായാലും തെറ്റായിരിക്കും. അമ്മ പറ ആൻസർ പറ. 1975. മാസം 1/22/8. ജൂൺ 22. ജൂൺ 22. ഞാൻ വർഷം മാത്രം. ജൂൺ 21. ജൂൺ 21. അപ്പൊ അവിടെ ഒരു ലൈൻ 22 22 ഞാനാണ് കറക്റ്റ്. എനിക്ക് ഒരു തെറ്റി. അമ്മയ്ക്ക് പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം, ഇതുവരെ പോവാത്ത ഇനി പോവാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം. സത്യം പറഞ്ഞ ഈ വീട്ടിലെ കുട്ടിയാണോ? നീ ഇവിടെ ഉണ്ടോ? എവിടെടാ? അതെ, ചോറ് തിന്നാൻ വേണ്ടി മാത്രം ഇറങ്ങി വരുമ്പോ ആലോചിക്കണം. ഇവിടെ ഇങ്ങനെ കുറെ ഡിസ്കഷൻ ഒക്കെ ഉണ്ട്. ഇല്ല കൊച്ചിയതല്ലേ. എഴുതിയോ? എഴുതിയോ? ഏതാ ആൻസർ പറ. വിദേശത്ത് പോയി. വിദേശത്ത് എവിടെയെങ്കിലും? കേരളത്തിന് പുറത്ത്. ഓക്കെ. കൊച്ചിയിലമ്മ പോയിട്ടുണ്ട്. അമ്മ കോഴിക്കോട് വരെയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ പ്രത്യേകം പറഞ്ഞു ഇതുവരെ പോവാത്ത. ഞങ്ങൾ പോയതിനു ശേഷം ഒന്ന് പ്രത്യേകം കാണുന്നുണ്ട്. ഓക്കെ. അമ്മ സന്തോഷം വരുമ്പോ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ അമ്മ ഡെയിലി പറയുന്ന ഒരു വാക്ക്, ഏറ്റവും കൂടുതൽ സംസാരത്തിന്റെ ഇടയിൽ പറയുന്ന ഒരു വാക്ക്.
ഇടക്കിടക്ക് ഈ വാക്ക് ഇങ്ങനെ വായിൽ വരും. മോനെന്നു ഇതിന് വേണമെങ്കിൽ എക്സെപ്ഷൻ എടുക്കാം, കാരണം എപ്പോഴും ഇവിടെ ഇല്ലല്ലോ. പക്ഷെ നീ എഴുതണം. ആ മോനെന്നല്ലേ അമ്മ? കിച്ചുന്നല്ലേ? ഒരാളിൻ്റെ കൂടി പറയണില്ല, മൊത്തത്തിൽ പറയുന്ന വാക്കാണ് ആ അല്ലേ? അതെ. ആ അങ്ങനെ ഒരു വാക്കുണ്ട്, അവർ രണ്ടുപേരും എഴുതി. ചേച്ചി എഴുതിയോ? ആ, ചേച്ചി ചേച്ചി എഴുതിയോ? വരെ തന്നു. ആ ആ ആ ആ പറ, ഏതാ ആൻസർ? പറൂറേട്ടാ. മക്കളേന്ന്. മക്കളെ. ആ കാണിച്ചേ. അതല്ലായിരിക്കും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് എല്ലാവരും സന്തോഷം. അമ്മയാണെങ്കില് അല്ല, ഇവര് സന്തോഷത്തോടെ അല്ല അമ്മ ദൈവമല്ലേ? പാറു പറഞ്ഞത് മക്കളെ മക്കളെ പക്ഷെ ഞാനിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വേർഡ് മക്കളെന്നാ. ഞാനും അമ്മയല്ലേ എപ്പോഴും സംസാരം. പക്ഷെ ഇപ്പം എല്ലാരും പെട്ടിട്ടോ, ആരും കറക്റ്റ് എഴുതിയില്ലല്ലോ. അല്ല, പാറു എഴുതിയ അമ്മ എന്താ എഴുതി? മനസ്സിലായില്ല എനിക്ക് ആ ചോദ്യം. അപ്പൊ ദൈവം അത് കറക്റ്റ് ആയിട്ട് ആക്കാലോ അതെങ്കിൽ. അപ്പം സന്തോഷത്തോടെ ഇരിക്കണം, അങ്ങനെ ഞാൻ പറയും. പിന്നെ എനിക്ക് ആ ചോദ്യം മനസ്സിലായില്ല. നിങ്ങക്ക് പോയിന്റ് ഇല്ല. വെട്ടോ അല്ലെ ഞാനും പറഞ്ഞു അത് മോനെന്ന്. കൺഫ്യൂഷൻ ദൈവമേന്ന്. ഓക്കെ. അമ്മക്ക് ദേഷ്യം വരുമ്പോ അമ്മ എന്താ ചെയ്യാറ്? എഴുതണോ? ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുറിച്ചാ മതി. ദേഷ്യം വരുമ്പോൾ എടുത്തിരിക്കില്ലേ? കഷ്ടോടാ. ദേഷ്യം വരുമ്പോ ഞാൻ എന്ത് ചെയ്യും? വഴക്കുറയോ? ദേഷ്യം വരുമ്പോ അല്ല, മടിയിലെഴുതി കൊഞ്ചിക്കും. എഴുതിയോ? ആ ഇത് ചേട്ടന്റെ കോപ്പി അടിച്ച് എഴുതി. ഇല്ല ഇല്ല എനിക്കറിയാം. പറ ആൻസർ. വഴക്ക് പറയും. ഞാൻ പറഞ്ഞു സൈലന്റ് ആയിട്ടിരിക്കും. ഇല്ല ഇല്ല അമ്മ കരയും എപ്പോഴും എന്തെങ്കിലും പറഞ്ഞതിന് ശേഷം. പിന്നെ മഴക്കോരയില്ല, എവിടെയെങ്കിലും ചെന്ന് കരഞ്ഞുകൊണ്ടാവും. കരഞ്ഞോണ്ട് അതാണ് കറക്റ്റ്. അച്ഛൻ പറയുന്നത് കറക്റ്റ്. അപ്പൊ അമ്മ ഇല്ല ഇല്ല ഞാൻ വന്നതിന് ശേഷം അമ്മ കരയൊന്നുമില്ല. ഞാൻ നേരത്തെ കാര്യം പറഞ്ഞത്, നേരത്തെ കാര്യം കരയും. ഇതിപ്പോ പിള്ളേരോട് പിണങ്ങിയാലും ശരി, ആരോട് എന്നോട് പിണങ്ങിയാലും എന്ത് പറഞ്ഞാലും എവിടെയെങ്കിലും ചെന്ന് ഒരറ്റത്തുനിന്ന് ഇരിക്കും. ഇപ്പൊ ഞാൻ വന്നതിന് ശേഷം കരച്ചിൽ നിന്ന് ഇപ്പൊ സൈലന്റ് ആയി, മിണ്ടാതെ സൈലന്റ് ആയി. അപ്പൊ അത് എനിക്ക് ആൻസർ അല്ലേ? അവർക്ക് കൊടുക്കും. ഇവിടെ കറക്റ്റ്. എനിക്ക് തെറ്റല്ലേ? കരയും, ഞാനും കരയുന്ന രീതി. ഓക്കെ. അമ്മക്ക് ഏറ്റവും അത് ഈസി ആയിരിക്കും. അത് കുഴപ്പമില്ല, ഒരു പൊന്നിനെ എടുത്തു. അമ്മക്ക് ഏറ്റവും ധരിക്കാൻ ഇഷ്ടമുള്ള വേഷം, ഐ മീൻ ഡ്രസ്. അമ്മക്ക് എപ്പോഴും കൂടുതൽ ഇടാൻ ഇഷ്ടമുള്ള ഒരു ഡ്രസ്. അത് പറയാൻ പറ്റില്ല. ഞാൻ ഈസി ആണെന്ന് വിചാരിച്ച് കൊടുത്തതാ. അതായിരുന്നു ടാസ്ക്. ഡ്രസ്സിന്റെ എല്ലാം തെറ്റിച്ചിട്ട്. ഇല്ല, എനിക്ക് ഒരു ആൻസർ കിട്ടി. ഒരു മാർക്ക്. ഇവൻ ആ മുറിക്കാതൊന്നും വെളിയിറങ്ങൂല. ഇവിടുത്തെ കാര്യങ്ങൾ അറിയില്ല, അതാണ് മെയിൻ. കഴിക്കാൻ സമയം വേണ്ടി മാത്രമേ ഇവിടെ വന്നിരിക്കുന്നത്. അത് സത്യമാണ് അവൻ പറഞ്ഞത്. ഇനി കല്യാണം കഴിക്കുമ്പോ എങ്ങനെയാണോ? എഴുതിയോ? വേഗം വേഗം, ടൈമില്ല. എന്താ ചുരിദാർ. 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 ആദ്യമായിട്ട് എല്ലാം ശരിയാക്കി. ഓക്കെ. അമ്മയ്ക്ക് അമ്മ അച്ഛൻ എന്താ വിളിക്കാറ്? ഇനി അതും അറിയില്ലടാ. ചേട്ടൻ അല്ലേ? അല്ലല്ലേ? അതെ അതെ ചേട്ടൻ. ചേട്ടൻ. രണ്ടുപേർക്ക്. അപ്പൊ 2 മാർക്ക്. ഒരെണ്ണം കൂടെ ചോദിക്കാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടൻ? അത് ടാസ്ക്. എന്റെ പേര് അച്ഛൻ അറിയോ? ആൻസർ അറിയോ? മോഹൻലാൽ. ഞാനും എഴുതി. അച്ഛൻ മമ്മൂട്ടി ഫാൻസ് ആണേ. അപ്പൊ അമ്മ വന്നിട്ട് മോഹൻലാൽ. അപ്പം എന്തെങ്കിലും ഒരു സിനിമയുടെ ഒരു കാര്യം വരുമ്പം പറയും, അങ്ങനെയല്ല ചേട്ടാ, മോഹൻലാൽ ഇങ്ങനെയൊക്കെ ചെയ്യൂലേ എന്നൊക്കെ പറയും. നീ അച്ഛൻ പറഞ്ഞ പേര് അമ്മ ചീടി പറഞ്ഞു. വേറെ ചോദിക്കാം. ആ ക്വസ്റ്റ്യൻ എല്ലാരും വേണ്ടണം. ഇഷ്ടമുള്ള ആഹാരം.
ഓക്കെ, അമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആഹാരം ഞാൻ എഴുതുന്നില്ല, അവരെഴുതിക്കോട്ടെ. എന്റെ കാര്യമല്ലേ അപ്പൊ അമ്മ കറക്റ്റ് ആണോ അറിയണ്ടേ? അമ്മ കറക്റ്റ് ആണോ നമുക്ക് അറിയുള്ളൂ. ഈ ചോദ്യം കിച്ച് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. ഇത് തെറ്റിച്ചാല് എല്ലാരും കിച്ചിനടിക്കും. അല്ലേ അല്ലേ കറക്റ്റ് അല്ലേ? തെറ്റായിരിക്കും. എന്താ ആൻസർ? എന്താ അമ്മ എഴുതിയേ? എന്തോ അമ്മ എഴുതിയില്ലേ? അമ്മ എഴുതിയെന്നാ? അമ്മ കാണിച്ചു കൊടുത്തു. അമ്മ എഴുതിയില്ലേ? എന്തോന്ന്? കപ്പയും മീനും. കപ്പയും മീനോ? ഞാൻ കപ്പ ബിരിയാണി. ബിരിയാണി. ഇത് കള്ളത്തരം. ഇത് എനിക്ക് ഇഷ്ടം കപ്പയും മീനുമാണ്. ആണോ? അമ്മക്ക് ഇഷ്ടം കപ്പയും മീനും. ബിരിയാണി ബിരിയാണി ഇഷ്ടമുണ്ട്. എല്ലാ പ്രാവശ്യം കള്ളം കപ്പ മീനാണ് എനിക്ക് ഇഷ്ടം. ഇതിപ്പോ എന്താ ചെയ്യാ? ഇനി ബിരിയാണി ഇല്ല. ബിരിയാണി കഴിച്ച് വാങ്ങിക്കേ. 1 2 3. ആ, ഇനി 3 പോയിന്റ്. 1 2 3 4 എത്ര പോയിന്റ്? 4 5. അപ്പൊ ഇത് തെറ്റല്ലേ ലാസ്റ്റില്? ബിരിയാണി അത് cancel. തെറ്റല്ലേ? അപ്പൊ 2 പോയിന്റ് എനിക്ക്. എത്ര? 3 3. എനിക്ക് 5. 5. അപ്പൊ ആരാ ജയിച്ചേ? 6 എനിക്ക് 6 ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ പോയിന്റോട് കൂടി പാറും എല്ലാവരും കൂടെ clap. ഓക്കെ ഗൈസ്, അപ്പം എടാ എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും നീ താഴെ വന്നിരിക്കണം പ്ലീസ്, അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെ പറയില്ല, എനിക്ക് പെണ്ണ് കിട്ടൂല. ഇപ്പൊ ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആഗ്രഹം പറയാറുണ്ടോ? എനിക്ക് ഇന്ന ഫുഡ് വേണം. മസാല ദോശയൊക്കെ ഞാൻ മസാല ദോശ അവർക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ലഡു കഴിക്കണമെന്നുണ്ട്. അതൊക്കെ ലഡു വാങ്ങിച്ചുകൊണ്ട് വച്ചിട്ടുണ്ട്. രാവിലെ ഉറക്കം എണീറ്റ് ഉടനെ ഒരു ലഡു. ബ്രഷ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഉറക്കം എണീറ്റ് ഉടനെ ഒരു ലഡു. അടുത്ത ഒരു ചായയും ഒരു ലഡു അപ്പൊ കഴിച്ചിരിക്കും രാവിലെ. ചായ ഉറക്കം എണീറ്റ് ഉടനെ ഒരു ചായ ഒരു ലഡു. അടുത്ത് ഉച്ചക്ക് ചോറ് ഉണ്ട് കഴിഞ്ഞ ഉടനെ ഒരു ലഡു. പിന്നെ ചിലപ്പോ എണീറ്റ് വരുമ്പോഴും ഒരെണ്ണം കഴിക്കും. അങ്ങനെയുണ്ട്. ഇപ്പൊ ലഡുവാണ് ഇഷ്ടം. ലഡുവാണ് ഇഷ്ടം. അവനായിരുന്ന സമയത്ത് അങ്ങനൊന്നും വലുതായിട്ടൊന്നും അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാനുള്ള ആ ഒരു ഇതില്ലായിരുന്നു. അപ്പൊ കൊറോണ ടൈം പുറത്തെ ഫുഡൊന്നും അങ്ങനെ ആ ടൈമിലൊക്കെ കാശിന്റെ കുറച്ച് നല്ല ടൈറ്റ് ആയിരുന്നു, നല്ല ടൈറ്റ്. അപ്പൊ അവൻ വന്നതിന് ശേഷം തന്നെ ആ സമയത്തൊരു സംഭവം, അവൻ വീടൊക്കെ വെച്ച സമയമായിരുന്നു. വന്ന സമയത്ത് അവന് ഈ കുഞ്ഞുകുട്ടിയൊക്കെ തന്നെ ഒരു തൊട്ടില് വേണമല്ലോ. അപ്പൊ ആ ഒരു തൊട്ടില് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പോലും കാശില്ലായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പൊ ഞങ്ങളുടെ ഇവിടെ അടക്കയില്ല, അടയ്ക്ക, അത് ഉണക്കിയ അടയ്ക്ക, അത് പൊട്ടിച്ചിട്ട് അടയ്ക്ക കൊണ്ട് ഞാനത് വിറ്റിട്ടാണ് അവന് തൊട്ടില് വാങ്ങിച്ചു കൊടുത്തത്. അവന് അത്രയും അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു അന്ന്. നമ്മള് ജോലി ഉണ്ടെങ്കിലും നമ്മൾ ഈ വീട് പണിതത് ഇതായിരുന്നു, ഈ വീട് പണിതത് പിന്നെ ലോൺ എടുത്തിട്ടാണ്. ലോണിന്റെ കട ഇതുവരെ തീർന്നിട്ടില്ല. അപ്പം നമ്മളങ്ങനെ നമുക്കങ്ങനെ ഒരു നാണക്കേടുമില്ല അങ്ങനെ പറയണത് കൊണ്ട്. അഹങ്കാരമൊന്നുമില്ല കേട്ടോ. സത്യം, അഹങ്കാരമൊന്നുമില്ലല്ലോ, വളരെ നോർമൽ. എന്നാൽ നീ ഇടക്കൊന്നും എന്താ മോനിഷ എന്താലേ. ഇനിയിപ്പോ നിങ്ങള് പോയ ഉടനെ തന്നെ നേരെ മേലെ ഡ്രസ്സ് മാറ്റണം എന്ന് പറഞ്ഞ ഒരു പോക്ക്. എന്റെ അടുത്ത് 11 മണിയാകുമ്പോഴേ വരുള്ളൂ താഴെ. അത് രാത്രി നേരം റൂമില് എന്ത് പരിപാടി? കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ട് അവിടെ. സിസ്റ്റത്തിന് മുന്നിൽ തന്നെ ഗെയിം ഇതന്നെ. അങ്ങനെയല്ല, പയ്യന്മാർ വന്ന് വിളിച്ച ഉടനെ ഇറങ്ങി പോകും. ഓക്കെ ശരി. അപ്പം നീ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു പെണ്ണായിട്ടാ മതി കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടല്ല, അല്ല ഉടനെ കെട്ടിച്ചു കൊടുക്കണം. ഉത്തരവാദിത്വങ്ങൾ വരണം. എന്നിട്ട് ആ പെണ്ണിനെ ഗെയിം കളിക്കാൻ വീട്ടിൽ പോകുന്നവര് എന്നെ ചോദിക്കും വീട്ടിൽ ആളില്ലേ എന്ന് ചോദിക്കും. പിന്നെ അതോടി കളി ഇറക്കും. പക്ഷെ കാര്യങ്ങളുണ്ടെങ്കിൽ അവൻ കറക്റ്റായിട്ട് ചെയ്യും. കാര്യങ്ങള് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യും. അങ്ങനെ ഉഴപ്പനൊന്നുമല്ല. പിന്നെ താഴെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇവിടെ പുറത്തുള്ള പണിയൊന്നും അങ്ങനെ ചെയ്യൂല. നമ്മുടെ പറമ്പിലുള്ളതായാലും ശരി തന്നെ, എന്ത് ഒരു സാധനം ഇരിക്കണം എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ട് തന്നെ എടുത്തോണ്ടൊക്കെ വരാൻ. പിള്ളേരല്ലേ, കൊച്ചുകുട്ടിയല്ലേ, കൊച്ചുകുട്ടിയല്ലേ, അതുമല്ല വീട്ടിലെ ഉള്ള കുട്ടിയല്ലേ. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എങ്കിലും പിന്നെ രാവിലെ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ എണീക്കും. നമുക്ക് കുറച്ച് അതേ കൊച്ചിലെ കുറച്ച് സ്നേഹം കൂടുതൽ കൊടുത്തു. അവൻ്റെ കൂടെ ഉള്ളവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആ മൊത്തം സ്നേഹം അവന് ഇവൻ എന്തിനു ചോദിച്ചാലും എന്ന് പറയുമ്പോൾ അവന് പിന്നെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്ക് ഒരുമിച്ച് വരും. ഒരു പനി വന്നാലും ഒരു ജലദോഷം വന്നാലും രണ്ടുപേർക്കും വരും. അങ്ങനെയായി പിന്നെ ഇവന് പിന്നെ അസുഖം വരുമ്പോൾ കൊണ്ട് ഓടിയെടുത്തൊക്കെ അങ്ങനെ
അവനൊരു കൊഞ്ചിച്ചാണ് വളർത്തിയത്. അവൻ ഈ മൂത്തവനെ പോലും ആ രീതിയിൽ നോക്കി. അവൻ അത്രയ്ക്ക് നല്ലതായിട്ട് തന്നെ. പക്ഷേ ഇവൻ ഭയങ്കര കെയറിങ് ആയിരുന്നു അവനെ. ആ കുഞ്ഞുനാള് തൊട്ടേ ഇവൻ ഭയങ്കര കെയറിങ് ആയിരുന്നു. അവന് എന്തെങ്കിലും പനി എന്തെങ്കിലും വന്നാലും രാത്രിയൊക്കെ എൻ്റെ കൂടി ഇവൻ പറയും. പക്ഷെ ഇവനും കുഞ്ഞാണ്. ഇപ്പോഴും അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ പുറത്തോട്ട് പോയി, അതായത് വീട് വെക്കുന്ന സമയത്തൊക്കെ എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു, നിനക്കൊരു 5 സെന്റ് റോഡ് സൈഡിൽ എവിടെയും വാങ്ങിച്ച് വീട്. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് എല്ലാവരും ഒരുമിച്ച് കിടക്കുന്നതാണ് ഇഷ്ടം. അവനും അങ്ങനെയാണ്. അവൻ അതുകൊണ്ട് തന്നെയാണ് അവൻ ഇവിടെ തന്നെ അടുത്ത് തന്നെ വീട് വെക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് ഈ റോഡിൽ ഇപ്പോഴാണ് വന്നത്. ഇപ്പൊ ഒരു പിന്നെ 3 വർഷത്തിനകത്ത് വെച്ചാണ് ഈ റോഡൊക്കെ ആയത്. ഇപ്പൊ എന്തായാലും കുറെ കഷ്ടപ്പാടുകളും കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് ഇപ്പൊ അത്യാവശ്യം നല്ലൊരു റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പം തുടക്കകാലങ്ങളിൽ ഇപ്പം പല ആൾക്കാരും പുച്ഛിക്കും, അല്ലെങ്കിൽ പറയും നിങ്ങൾ എന്തിനീ വീഡിയോ ഒക്കെ ചെയ്യുന്ന വേറെ പണിയില്ലേ, അങ്ങനെ പറഞ്ഞിരുന്ന കുറെ ആൾക്കാരുണ്ടാവല്ലോ. ഇപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ ഈ ഒരു സ്റ്റേജില് കാണുമ്പോ എന്താ അവര് ഇപ്പം എടോ നിന്റെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട്. അത് കറക്റ്റാണ്. നേരത്തെ കാണുമ്പോഴൊക്കെ ഒരുമാതിരി ഇങ്ങനെ പുച്ഛിച്ചോണ്ടിരുന്ന ആൾക്കാര് ഇപ്പൊ പറയും അവരിങ്ങനെ ആയി. കൊള്ളാം കേട്ടോ. നേരത്തെ എന്റെ കൂടെ പോലും പരിഹസിച്ചവരുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, കൈ ഒടിഞ്ഞിരിക്കണ കാലൊടിഞ്ഞിരിക്കണ ഇങ്ങനെയൊക്കെ കാണിച്ചതല്ലേ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പൊ ഞാൻ പിന്നെ ചിരിച്ചങ്ങ് കളയാം. മറുപടി ഒന്നും പറഞ്ഞില്ല, ആരോടും മറുപടി പറഞ്ഞിട്ടില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. എന്നിട്ട് ഞാൻ പാറുവിൻ്റെ കൂടി ഒന്ന് പറയാം. അപ്പോഴും പാറു പറയും എന്നാ പിന്നെ അവര് കാണരുത്, കാണുകയും ചെയ്യും, എന്നാ പിന്നെ കുറ്റവും ഇവിടെ ജോലി കിട്ടുന്നതിന് മുന്നേ ഞങ്ങളൊരു ക്ലബ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ക്ലബില് ഞങ്ങള് വടംവലി അറിയാലോ, ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ചെക്കന്മാരെല്ലാം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അച്ഛനൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു, ചെക്കൻ കൈവിട്ട് പോയി ഇനി എപ്പോ എന്ന് വെച്ചാൽ സ്കൂൾ വിട്ട് +2 കഴിഞ്ഞ് വരും, ക്ലാസ് കഴിഞ്ഞ് വരും, എപ്പോഴും രാത്രി 11 മണി വരെ റോഡിൽ തന്നെ ഇതിന്റെ പ്രാക്ടീസും കാര്യങ്ങളായിട്ടൊക്കെ. പിന്നെ അച്ഛൻ അവിടെ ഒരു കടയുണ്ട്, അതിന് മുന്നേ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന റോഡിൽ. ആ കടയിൽ പുറത്തുള്ള ഔട്ട്സൈഡിലുള്ള ആൾക്കാരും അവിടെ വന്ന് ചായ കുടിക്കുന്നു. ഈ ചെക്കന്മാർ ആർക്കെങ്കിലും ഏവനെങ്കിലും ഒന്ന് പറ്റുമ്പോഴേ ഇവനൊക്കെ വെച്ച് നിർത്തത്തുള്ളൂ, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ അച്ഛനൊക്കെ അവിടെ ചായ കുടിക്കാൻ കേട്ടുകൊണ്ടിരിക്കുന്നതല്ലേ. വീട്ടിൽ വരുമ്പോ ഒക്കെ എപ്പോഴും വഴക്ക് പറയുമായിരുന്നു എപ്പോഴും ആ സമയത്ത്. പക്ഷെ അതിൽ നിന്ന് ഞങ്ങൾ ആ ക്ലബ്ബ് ഉണ്ടാക്കിയെങ്കിലും അതിലുണ്ടായിരുന്ന എല്ലാവരും പട്ടണത്തിൽ കയറി. എന്നെ ഇവിടെ എന്റെ ഫ്രണ്ട്സ് ഫുള്ള് പട്ടണത്തിൽ. ഫ്രണ്ടിൽ പട്ടള, മൊത്തം പട്ടളക്കാരാണ്. ഫുള്ള് പട്ടണക്കാരാണ് ഇവിടെ. ആ ക്ലബ്ബ് അങ്ങനെ അന്നത്തോടെ നിർത്തി. അതിനെ കൊണ്ട് നടത്താൻ ഒരാളില്ല അടുത്ത്. ഇവിടെ അടുത്തുള്ള ഒരു പയ്യൻ കയറി, അത് കഴിഞ്ഞിട്ട് ഇവൻ കയറി. ഇവിടെ പിന്നെ അങ്ങ് നടക്കും. ഇവിടെ കൂടെ ഉള്ള ഇവന്റെ എല്ലാ ഈ 4 ചുറ്റും പട്ടാളത്തിലുള്ള പയ്യൻ എല്ലാവരും പട്ടാളത്തിലാണ്. അപ്പൊ എന്തായാലും ഗൈസ് കൊറേ നേരം സംസാരിച്ചല്ലേ, കൊറേ നേരം ഇരിക്കുന്നല്ലേ. സോറി റെസ്റ്റ് എടുത്തു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി അങ്ങോട്ടും ഒരുപാട് സന്തോഷങ്ങളും അനുഗ്രഹങ്ങളൊക്കെ ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇടയ്ക്ക് ഒന്ന് 5 മിനിറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് എല്ലാവർക്കും.